ഹായ് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് നസീം. കുറച്ച് നാളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് എൻ്റെ ജോലിയെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാമെന്നും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്നും അത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇന്ന് ലോകത്ത് ലാഭം കിട്ടുന്ന കുറേയേറെ ബിസിനസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോട്ടൽ ബിസിനസ്. നമ്മൾ സ്വന്തമായി ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫുഡ് ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ളതും പ്രസൻ്റ്ലി ഫുഡിനെക്കുറിച്ചുള്ള അറിവും. അത്യാവശ്യം നമുക്കൊരു കുക്കിംഗ് നോളജെങ്കിലും നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ നമുക്ക് ഈ ഫീൽഡിൽ വിജയിക്കാൻ പറ്റും. ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് കിച്ചൺ. അപ്പോൾ നമുക്ക് നല്ലൊരു കിച്ചൺ ടീം അവിടെ അത്യാവശ്യമാണ്. നല്ലൊരു കിച്ചൺ ടീം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയാം. ഒരു കിച്ചൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് മെയിനായിട്ട് അത്യാവശ്യമാണ് വെൽ എക്യുപ്മെൻറ്റ് കിച്ചൺ ആയിരിക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈജീനെക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. കിച്ചൺ ഹൈജീൻ, ഫുഡ് ഹൈജീൻ ആൻഡ് സ്റ്റാഫ് ഹൈജീൻ, ഇത് മൂന്നും നമ്മൾ അവയർനെസ് ആയിരിക്കണം. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ഷെഫിനെ സംബന്ധിച്ചോളം അവരറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് ഫുഡ് സെർവ് ചെയ്യേണ്ടതെന്നും നമ്മുടെ ഫുഡ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ്. ഫസ്റ്റ്, ടേസ്റ്റി ഓഫ് ഫുഡ്. നമ്മൾ ഫുഡ് ചെയ്യുമ്പോൾ അത് ടേസ്റ്റി ഫുഡായിരിക്കണം. രണ്ടാമത്, ക്വാളിറ്റി ഓഫ് ഫുഡ്. നമ്മൾ സെർവ് ചെയ്യുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി. മൂന്നാമത്, ക്വാണ്ടിറ്റി. നാലാമത്, പ്രസൻറ്റേഷൻ. നമ്മൾ എങ്ങനെയാണ് ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രസൻറ്റ് ചെയ്താൽ അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്, കോൾഡ് ഫുഡ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്, ഹോട്ട് ഫുഡ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മിനിമം നോളജ് ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഫീൽഡിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. കുക്കിംഗ് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് ലാഭത്തിലേക്ക് പോകാനും പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മിനിമം നോളജ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമ്മളൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ഹാൻഡിൽ ചെയ്യുന്നതെന്നും കിച്ചൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ഇൻഡസ്ട്രി നമുക്ക് സക്സസ്ഫുള്ളായിട്ട് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ഹൈജീനെക്കുറിച്ചായാലും ടേസ്റ്റി ഫുഡിനെക്കുറിച്ചായാലും ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം തന്നെ നമുക്ക് അടുത്ത പാർട്ടിൽ ചർച്ച ചെയ്യാം. ഓരോ പാർട്ടായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഹൈജീൻ എന്നും, എന്താണ് കിച്ചൺ ഹൈജീൻ എന്നും, എന്താണ് ഫുഡ് ഹൈജീൻ എന്നും, എന്താണ് സ്റ്റാഫ് ഹൈജീൻ എന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റി ഫുഡ് നമുക്ക് കൊടുക്കേണ്ടത്. ടേസ്റ്റി ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വാരിയിട്ട് മസാല എല്ലാം വാരിയിട്ട് നമുക്കൊരു ഫുഡ് ടേസ്റ്റ് ആവില്ല. എങ്ങനെയാണ് നമ്മൾ ഫുഡ് ടേസ്റ്റായി കൊടുക്കാനുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാം ഹൈജീൻ. ഒരു ഹോട്ടലിൻ്റെ വിജയത്തിന് ഇന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈജീനിക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റിൽ പാർട്ട് നമുക്ക് ഹൈജീൻ ചർച്ച ചെയ്യാം. എന്താണ് ഹൈജീൻ എന്നും, എന്താണ് കിച്ചൺ ഹൈജീൻ എന്നും, എന്താണ് ഫുഡ് ഹൈജീൻ എന്നും, എന്താണ് സ്റ്റാഫ് ഹൈജീൻ എന്നും, അത് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും നമുക്ക് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം. താങ്ക് യു. നിങ്ങളുടെ സ്വന്തം ഷെഫ് നസീം.